Your habits are like compound interest. They can make you or break you. നിങ്ങളുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയാണ്. അതിന് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനും അതുപോലെ തന്നെ പരാജയത്തിലേക്ക് എത്തിക്കാനും കഴിയും. നമ്മൾ പണത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം. കുറച്ച് പണം ഡെയിലി സേവ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ കോമ്പൗണ്ട് വളർന്ന് വെൽത്തായിട്ട് മാറും. അതുപോലെ നമ്മുടെ കടങ്ങൾ കൂമ്പാരം പോലെ ആവുമ്പോൾ അത് നമ്മളെ വലിയ നഷ്ടത്തിലേക്കും കൊണ്ടെത്തിക്കും. നമ്മുടെ ഹാബിറ്റ്സും അതുപോലെ തന്നെയാണ്. എല്ലാ ദിവസവും 2 പേജ് ബുക്ക് വായിക്കുന്നത് ചെറുതാണെന്ന് തോന്നും. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അത് നമ്മളെ ഒരുപാട് നോളജ് ഉള്ള ആളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. എല്ലാ ദിവസവും 15 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ ഇന്നതിന് വലിയ റിസൾട്ടൊന്നും കാണില്ല. പക്ഷെ ലോങ് ടേമിലേക്ക് നോക്കുമ്പം അത് നമ്മളെ ഹെൽത്തിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാവും. ജങ്ക് ഫുഡ്സ് ഒരിക്കൽ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് എല്ലാ ദിവസവും കഴിക്കുമ്പം അത് നമ്മളെ വലിയ രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇനി ഫോൺ സ്ക്രോൾ ചെയ്യുന്നതും നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മണിക്കൂറുകളോളം എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ തന്നെ അത് നഷ്ടത്തിലേക്ക് എത്തിക്കും. നിങ്ങൾ ഹാബിറ്റ്സ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നല്ല എൻ്റെ ചോദ്യം. നിങ്ങളെ ഹാബിറ്റ്സ് നിങ്ങളെ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടോ ഓർ നിങ്ങൾക്ക് എതിരെ ആയിട്ടാണോ ഉള്ളത്? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സക്സസും ഫെയിലിയേഴ്സും വർഷങ്ങളെ കൊണ്ട് കൂട്ടിച്ചേർന്ന ചെറിയ ശീലങ്ങളുടെ റിസൾട്ടാണ്. അതുകൊണ്ട് അത് ബുദ്ധിപൂർവ്വം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം.